ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര തവണ വേണമെങ്കിലും തലൈവരുടെ ടീസർ കാണാൻ നമ്മൾ റെഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് കബാലിയുടെ ടീസർ 2 വമ്പൻ ഹിറ്റിലോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഫസ്റ്റ് ടീസറിനേക്കാളും സെക്കൻഡ് ടീസർ വളരെ ചെറുതാണ് കേട്ടോ. ഫസ്റ്റ് ടീസർ 1 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ സെക്കൻഡ് ടീസർ 35 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരൊക്കെയാണ് മൂവിയിലുള്ളത് എന്നറിയിക്കാനായിട്ട് ഡയറക്ടർ പാ രഞ്ജിത്ത് ടീസറിൽ തന്നെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ആക്ട്രസ് ധൻസിക ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഷെയ്ഡ്സ് ഒക്കെ വെച്ച് സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ രാധിക ആപ്തെ ആദ്യ ടീസറിൽ റൈറ്റ് സൈഡിൽ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ടീസറിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ജോൺ വിജയ്, മലേഷ്യ വില്ലൻ തുടങ്ങിയവരൊക്കെയും ടീസറിലുണ്ട്. പിന്നെ ടീസർ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ക്യാപ്പും ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ഒരാൾ വരുന്നുണ്ട്. പക്ഷേ അതാരാണെന്ന് മാത്രം വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ തലൈവരുടെ കാര്യം പറയുകയാണെങ്കിൽ 2 ടീസറിലും സൂപ്പർ ആയിരിക്കുവാണ് നമ്മുടെ തലൈവർ. ഒരു ബ്രൗൺ കളർ കോട്ടൊക്കെ ഇട്ട് ബസാർ പോലെയുള്ള ഒരിടത്തു കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സീനിൽ തലൈവർ താടിയൊന്നുമില്ലാതെ കാലിന്റെ മുകളിൽ കാലൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അന്നും ഇന്നും എന്നും സൂപ്പർ സ്റ്റാറിന്റെ സിംഹാസനം തനിക്ക് തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് തലൈവരുടെ ആ ഒരു ഇരിപ്പ്. പിന്നെ ടീസറിൽ ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാറും ലോറിയുമായിട്ടുള്ള ഒരു ആക്സിഡന്റ്, വീടിനടുത്ത് കാർ ബ്ലാസ്റ്റ് ആകുന്നത്, വില്ലന്മാരുമായിട്ടുള്ള സംസാരിക്കുന്നത്, അങ്ങനെ. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് കബാലിയിൽ ഡോൺ ആയിട്ട് തലൈവർ വരുന്നത് എന്നാണ്. ഭാഷാ മൂവിയിൽ അതിന്റെ വേറൊരു ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാൽ കബാലിയിൽ 25 വർഷങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്നും തിരിച്ചു വരുന്ന തലൈവരെയാണ് കാണാൻ പോകുന്നത് എന്ന് പറയുന്നു. അതിനായി വേറെ ഒരു സ്റ്റോറി ലൈനും ഉണ്ടായിരിക്കും. ഡയറക്ടർ പാ രഞ്ജിത്ത് മൂവിയിൽ എന്തൊക്കെ സസ്പെൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് കബാലി എന്ന സ്റ്റൈൽമാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി ഇറങ്ങുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ കബാലിയിലെ 2 ടീസറുകളും മാറി മാറി കണ്ട് നമുക്ക് സന്തോഷിക്കാം. And now you're back, so you're the Onam heroine. Tell us about Central Jail. What's your role in that film? The role is of a middle class girl, and there is also some interesting elements to it.